വണ്ടി ടൊയോട്ട ETIOS ആണ്. ETIOS 2014 മോഡൽ ഡീസൽ വണ്ടിയാണ്. അപ്പോൾ അതിൽ ഏകദേശം കുറേ വർക്കുകളുണ്ട്. നമ്മൾ ക്ലച്ച് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയതാണിത്. ഇപ്പോൾ തിരക്ക് കാരണം എനിക്ക് യാതൊരു വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഒരു വണ്ടിയുടെ വീഡിയോ നമുക്ക് കറക്റ്റായിട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വരുന്നത് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടൻറ്റുള്ള വർക്കുകളാണ്, എല്ലാ കംപ്ലയിൻറ്റ് ജോബുകളാണ്. പക്ഷേ എങ്കിൽ എല്ലാം കൂടി ആകാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോ പരമാവധി ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് ക്ലച്ച് സെറ്റ് മാറണം, ലോവർ ആമിൻ്റെ ബുഷ്, അതുപോലെ ഫ്രണ്ട് റൈറ്റ് സൈഡിൽ ഷോക്ക്, അതൊക്കെ കംപ്ലീറ്റ് നമുക്ക് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വർക്ക് കഴിഞ്ഞിട്ട് വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ വണ്ടിയിൽ നിന്നൊരു കലകലപ്പ് സൗണ്ട് വരുന്നുണ്ട്. അത് നോർമലി നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് പോകുമ്പോൾ സൗണ്ട് ഇല്ല, നമുക്ക് സൗണ്ട് കിട്ടിയിരുന്നില്ല അത് കറക്റ്റായിട്ട്. പിന്നെ കസ്റ്റമർ കൊണ്ടുപോയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സൗണ്ടിൻ്റെ കാര്യം പറയുന്നത്, പിന്നെ റിട്ടേൺ കൊണ്ടുവരുന്നത്. മനസ്സിലായി. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തെന്ന് പറഞ്ഞാൽ ക്ലച്ചിൻ്റെയും ഷോക്ക് കാര്യങ്ങൾ അതിലൊക്കെ എല്ലാ വർക്കും പക്കയാണ്, കസ്റ്റമർക്കും ഒക്കെ തന്നെയാണ്. പക്ഷേങ്കിൽ ഈ ഒരു സൗണ്ട് ഒരു മണിയടിക്കുന്ന പോലെ ഒരു സൗണ്ട് കിളിയിൽ തുടർച്ചയായിട്ടില്ല, വിട്ട് പിടിക്കുകയാണ്. അപ്പോൾ മോർണിംഗ് ടൈമിലാണ് കൂടുതലായിട്ടും സൗണ്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളി പോയിട്ടാണ് നമുക്ക് ഇനോവയ്ക്കൊക്കെ വരുമല്ലോ സൗണ്ട്, അതേ സെയിം സൗണ്ടാണ് ഇതിനകത്തും വരുന്നത്. പക്ഷേ ചില വണ്ടികൾക്ക് ഓൾട്ടർനേറ്റർ പുള്ളി പോയി കഴിഞ്ഞാൽ ബെൽറ്റ് അടിക്കുന്ന സൗണ്ട് വരും, പട്ടാന്ന് വരും. അത് നമുക്ക് ടെൻഷൻ നോക്കിക്കഴിഞ്ഞാൽ ടെൻഷൻ ആയിരുന്നു വൈബ്രേറ്റ് ചെയ്യും. ആ സമയത്ത് നമ്മൾ ടെൻഷൻ എന്നായിരുന്നു പറഞ്ഞ് മാറും. പക്ഷേ അത് ടെൻഷനുടെ കംപ്ലയിൻ്റ് ആയിരിക്കില്ല, ഓൾട്ടർനേറ്റർ പുള്ളി പോയാലാണ് ആ കംപ്ലയിൻറ്റ്. അപ്പോൾ ഈ രണ്ട് കംപ്ലയിൻ്റാണ് മെയിനായിട്ട് നമുക്ക് ഓൾട്ടർനേറ്റർ പുള്ളിയിൽ നിന്ന് വരുന്നത്. ഒന്ന് ഒരു ചിലയ്ക്കുന്നൊരു സൗണ്ട്, പിന്നെ അതുപോലെ നമ്മൾ ചില സമയത്ത് വിട്ട് പിടിക്കും, ഒരു ചിലതിൽ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു കുറച്ച് എനിക്ക് വേണ്ടി ചിലതിൽ ആ ഒരു സൗണ്ട് വരും. പിന്നെ അതുപോലെ ബെൽറ്റ് അടിക്കുന്ന കടകടകളെന്നുള്ളൊരു സൗണ്ടും ഇതിനകത്ത് വരും. എനിക്കപ്പോൾ ഇതിൻ്റെ സൗണ്ടും കറക്റ്റായിട്ട് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അപ്പോഴത്തേക്ക് നമ്മൾ എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല വീഡിയോ ചെയ്തിട്ടും കുറേ നാളായി. അപ്പോൾ എന്തായാലും ഈ ഒരു കംപ്ലയിൻ്റ് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഓൾട്ടർനേറ്ററിന് എന്തായാലും 3 തരത്തിലുള്ളൊരു സൗണ്ടാണ് വരുന്നത്. അത് ഏത് വന്നാലും ഈ ഓൾട്ടർനേറ്ററിൻ്റെ കംപ്ലയിൻ്റാണ്. ചിലപ്പോൾ നമുക്ക് ബെൽറ്റ് നോക്കി കഴിഞ്ഞാൽ ടെൻഷനറിന്ന് വരയ്ക്കുന്ന പോലെ തോന്നും, ഉണ്ടെങ്കിലും അത് ടെൻഷനറിൻ്റെ അല്ല. അപ്പോൾ നമ്മളിതിൻ്റെ ഓൾട്ടർനേറ്റർ അഴിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണിപ്പോൾ നമ്മൾ അഴിച്ച ഓൾട്ടർനേറ്റർ. നമ്മൾക്ക് ഇങ്ങനെ തിരിച്ചാൽ തന്നെ കറക്റ്റായിട്ട്, ഇതിപ്പോൾ 1 വേ ക്ലച്ച് കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ട്. ഒരു സൈഡ് ഫ്രീ ആണ്, ഒരു സൈഡ് കറക്റ്റായിട്ട് വർക്കൊക്കെ ആകുന്നുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ വിട്ട് പെട്ടെന്നൊരു സഡൻലി ഒരു തിരിക്കുമ്പോൾ മൊത്തത്തിൽ സ്ലിപ്പായിട്ടാണ് കിടുകിട് എന്ന് പറഞ്ഞിട്ടാണ് പുറത്തേക്ക് വരുന്നത്, തിരിയുന്നത്. അല്ലാതെ 1 വേ ക്ലച്ചൊക്കെ കറക്റ്റ് വർക്കിംഗ് ആണ്, അതിലൊന്നും ഒരു കുഴപ്പമില്ല. അല്ല എന്താ ചില സമയങ്ങളിൽ ഉണ്ടോ ഈ സൗണ്ടാണ് വരുന്നത്. ഉണ്ടോ സ്ലിപ്പാവുകയാണ്, അത് കറക്റ്റായിട്ട് ടീത്ത് പിടിക്കുന്നില്ല. ഉണ്ടോ അതെല്ലാപ്പോഴും ഇല്ല, ഉണ്ടോ ഇപ്പൊന്നും ഇല്ല. വേണ്ട, ഇതാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഓൾട്ടർനേറ്റർ പുള്ളി മാറിയ ആ കംപ്ലയിൻറ്റ് പൂർണ്ണമായിട്ട് ശരിയാവും. നമുക്ക് ഇങ്ങോട്ട് തിരിക്കുമ്പോഴൊക്കെ കറക്റ്റായിട്ട് ഇങ്ങോട്ട് റിട്ടേൺ തിരിക്കാൻ പറ്റും. അപ്പോൾ ആ 1 വേ ക്ലച്ചൊക്കെ വർക്കിംഗ് കറക്റ്റാണ്, പക്ഷേ ഉള്ളിൽ സ്ലിപ്പിംഗ് ആണ്, അതാണ് ആ സൗണ്ട് വരുന്നത്. എന്തായാലും നമുക്ക് ഓൾട്ടർനേറ്റർ പുള്ളി മാറാനില്ല. ETIOSൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ ആ സൗണ്ട് പൂർണ്ണമായിട്ട് പോകണ്ട. നേരത്തെ ഇങ്ങനെ ഐഡലിങ് ഇടുമ്പോൾ കലകലകലകലാന്നൊരു സൗണ്ട് ഹെവി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് പക്കയായിട്ടുണ്ട്. നമ്മുടെ ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളി മാത്രമേ മാറിയിട്ടുള്ളൂ. നമുക്ക് നോക്കുമ്പോൾ ആ ടെൻഷനറിൻ്റെ അവിടെ നിന്നും സൗണ്ട് വരുന്ന മാതിരി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പുള്ളിയുടെ സൗണ്ടാണ് ഇത് വരുന്നത്. അപ്പോൾ എഞ്ചിൻ ഭാഗത്ത് എന്തെങ്കിലും നോയ്സ് വരികയാണെന്നുണ്ടെങ്കിലും ബെൽറ്റിൻ്റെ ഒരു പെടപ്പ് വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ഓൾട്ടർനേറ്റർ പുള്ളിയാണ്. അത് നോക്കിയതിന് ശേഷം മാത്രം വേറൊരു വർക്കിലേക്ക് നോക്കിയാൽ മതി. അത് അഴിച്ച് നമ്മൾ റൊട്ടേഷൻ ചെയ്താൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കംപ്ലയിൻറ്റ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നോർമൽ നോയ്സാണ് നമ്മുടെ ആ ഓൾട്ടർനേറ്ററിൻ്റെ സൗണ്ടിൻ്റെ പ്രശ്നം. നമുക്ക് പൂർണ്ണമായിട്ടിപ്പോൾ സോൾവ് ആയിട്ടുണ്ട് ആ കലകല എന്നുള്ളൊരു സൗണ്ട്. പിന്നെ ഇതിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടിലെ റൈറ്റ് സൈഡിലെ ഷോക്ക് മാറിയിട്ടുണ്ട്, ലോവർ ആമിൻ്റെ ബുഷ് മാറിയിട്ടുണ്ട്. അങ്ങനെ സസ്പെൻഷൻ വർക്കും ക്ലച്ചും കൂടെ ചെറിയ വർക്കായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് എന്ന് പറഞ്ഞാൽ അത്രത്തോളം പോയി റേസ് ആവുകയാണ്. നമുക്ക് ക്ലച്ച് ടൈറ്റ് ഉണ്ട്, ഒരു നോർമലി ടൈറ്റ് ഉണ്ട്. അതുകൂടാതെ നമുക്കൊരു 40 കിലോമീറ്റർ 50 കിലോമീറ്റർ സ്പീഡിൻ്റെ മുകളിൽ നമുക്ക് പോകാൻ കഴിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ റേസ് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ റേസ് ആവും, മറ്റേ വണ്ടി ഒട്ടും തന്നെ നീങ്ങില്ല. അത് ക്ലച്ച് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോയതാണ്. അപ്പോൾ നമ്മൾ അതും കൂടെ ചെയ്തു. അപ്പോൾ പിന്നെ പെഡലും നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്തിട്ട്, പിന്നെ ഇട്ടിരിക്കുന്നത് ക്ലച്ച് സെറ്റൊക്കെ ഓയിൽ ക്ലച്ച് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ടൊയോട്ടയുടെ ഒറിജിനൽ ക്ലച്ച് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ആ സ്മൂത്ത് അത്യാവശ്യം നല്ലോണം സ്മൂത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് കാലുകൊണ്ട് ചവിട്ടുമ്പോൾ അത് നമുക്ക് നല്ലോണം ഫീൽ ചെയ്യും.
പിന്നെ ആ സൗണ്ട് പൂർണ്ണമായിട്ട് നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിട്ടും അന്നേ ദിവസം നമുക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഓൾട്ടർനേറ്ററിൻ്റെ കിട്ടിയിരുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഡെലിവറി ചെയ്ത് കസ്റ്റമർ കൊണ്ടുപോയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സൗണ്ട് അവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്, ഒരു കിലികിലിപ്പ് സൗണ്ട്. അങ്ങനെ വീണ്ടും റിട്ടേൺ കൊണ്ടുവന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റർ ബെയറിംഗ് ആണ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്. നോക്കിയിട്ട് നമ്മളത് ഓൾട്ടർനേറ്റർ ബെയറിംഗ് നമ്മളതിനകത്ത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ AC ഇടുമ്പോഴൊക്കെയാണ് ആ സൗണ്ട് കൂടുതലായിട്ടും നമുക്ക് ഫീൽ ചെയ്യാം. നോർമലി സൗണ്ട് ഉണ്ടെങ്കിലും AC ഇടുമ്പോൾ കുറച്ച് കൂടുതൽ കടകടാന്ന സൗണ്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഓക്കെയാണ് ഇപ്പം. പിന്നെ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കട്ട് റൂട്ടിൽ ചാടുമ്പോൾ ഫ്രണ്ട് റൈറ്റ് സൈഡിൽ നിന്ന് ഭയങ്കര ഒരു ഇടുപ്പ് എന്ന് പറഞ്ഞാൽ തൂക്കിയെടുത്ത് എറിയും. ചെറിയൊരു ആക്ഷൻ പോലും നമ്മളെടുത്ത് അങ്ങ് മാറ്റിയിടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡെഡായിട്ടാണ് ആ ഒരു പ്രശ്നം അതിനകത്ത് വരുന്നത്. ആക്ഷൻ ഇല്ലാതെ ഒന്നിനും ജസ്റ്റ് ഇല്ലാവും, അതൊരു കമ്പി പോലെ ആവും. പിന്നെ ഷോക്ക് സ്റ്റെമ്മാവും. പിന്നെ അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു എടുത്തെറിച്ചിൽ കംപ്ലൈൻറ്റ് കൂടുതലായിട്ട് നമുക്ക് വരുന്നത്. പക്ഷേ ഇന്നോവയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്റ്റില്ല് ഒരു അത്യാവശ്യം കുറവായിരിക്കും. നമുക്കിങ്ങനെ ചാടി തുള്ളി പോകും. അങ്ങനെയായിരിക്കും ഷോക്കിൻ്റെ കംപ്ലൈൻറ്റ് കിട്ടുക. മറ്റേതും കിട്ടും, പക്ഷേ ഇതായിരിക്കും കൂടുതലും കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഒരു സൈഡ് മാത്രം മാറിയിട്ടില്ല. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ കുഴപ്പമില്ല, അപ്പോൾ അതുകൊണ്ട് അത് മാറിയിട്ടില്ല. റൈറ്റ് സൈഡിലെ ഷോക്ക് മാത്രമേ നമ്മൾ പറയാം. അതും ഷോക്ക് നമ്മൾ ഒറിജിനൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഷോക്ക് മൗണ്ട് കാര്യങ്ങളൊക്കെ ഒറിജിനൽ തന്നെ എടുത്ത് സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഓടിക്കുമ്പോൾ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല, സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതിവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്ന് നമുക്ക് ചെറിയൊരു കിലികിലിപ്പ് സൗണ്ട് വരുന്നുണ്ട്. ETIOSന് പൊതുവേ ഡാഷ്ബോർഡിൽ നിന്ന് സൗണ്ട് കുറച്ച് കൂടുതലാണ് എല്ലാ മോഡലും വണ്ടിക്ക്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലിപ്പിംഗ് ഒന്ന് ഈ ETIOSൽ ഇവയ്ക്ക് കറക്റ്റ്. ഇനോവയ്ക്കൊക്കെ ഒന്നും നോക്കാനില്ല, പക്കാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്താൽ തന്നെ അത് ക്ലിയർ ആവും. പക്ഷേ ETIOSന് അങ്ങനെയല്ല, ചെറിയ കിരിന്നുള്ളൊരു സൗണ്ട് കൂടുതലാണ്. ഡാഷ്ബോർഡ്, ഡോർ പാഡ് സൈഡിൽ നിന്നൊക്കെ, ഈ മീറ്ററിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് സൗണ്ടുകൾ. നമ്മൾ കമ്പനിയിൽ നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാ വണ്ടിക്കും നമ്മൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. എല്ലാ വണ്ടിക്കും സൗണ്ട് ഉണ്ട്, അതേപോലെ ഇതിനും സൗണ്ട്, അത്യാവശ്യം സൗണ്ട് ഉണ്ട് കിളിയിലെന്ന്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അത് കസ്റ്റമറും പറഞ്ഞിട്ടുണ്ട് സൗണ്ട് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓക്കെ ആവും. കട്ട് റൂട്ടിൽ പോകുമ്പോഴാണ് ആ സൗണ്ട് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യണത്. അപ്പോൾ നമ്മൾ തിരക്ക് കാരണമാണ് നമ്മൾ വീഡിയോകൾ കറക്റ്റായിട്ടൊന്നും നമുക്ക് എടുക്കാൻ പോലും സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇടാം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോൾ കൂടുന്നതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാനും പറ്റുന്നില്ല, ഒന്നും ഇതാകത്തുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ ഒരു പയ്യനിപ്പോൾ നിർത്തുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യും. മെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ തരും, ഞാൻ തിരിച്ച് വിളിക്കും. ബാക്കിയുള്ള കോളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് സ്റ്റാഫായിരിക്കും. അപ്പോൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം കറക്റ്റായിട്ട് 9 മണി ടു ഒരു 7 മണി വരെയൊക്കെ വിളിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് എന്താണെന്നുണ്ടെങ്കിലും പറയും. അതും എൻ്റെ കൂടെ നിന്ന മെക്കാനിക് തന്നെയാണ്, പയ്യൻ തന്നെയാണ് അവൻ്റെ എല്ലാം ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അവനക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് സംസാരിച്ച് റെഡിയാക്കി തരാൻ എന്താണെന്നുണ്ടെങ്കിലും. പിന്നെ ഡയറക്റ്റ് കോൺടാക്ട് നമ്പർ ഉള്ള ആൾക്കാർ അതിൽ തന്നെ വിളിക്കുക, എന്നെ തന്നെ വിളിക്കുക. ബാക്കിയുള്ളത് ആളുടെ അടുത്തേക്കാണ് പോകുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആൾ പറയും. പിന്നെ അതുപോലെ മാക്സിമം ഈ ഒരു ഹവറിൽ വിളിക്കാൻ നോക്കുക. ചിലപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആവും. ഇപ്പോൾ ഓഫീസിലേക്കായിട്ട് ഒരു നമ്പർ എടുക്കാനാണ് പോകുന്നത്. പിന്നെ ഇവിടെ സർവീസ് ചെയ്തിട്ട് പോകുമ്പോൾ എൻ്റെ നമ്പർ എന്തായാലും അവർക്ക് തരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിക്കുക, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ തന്നെ അറ്റൻഡ് ചെയ്യണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, പ്രഷർ കൂടുന്നത് കൊണ്ടാണ്. അപ്പോൾ എനിക്കും ഒരാളെ കൊണ്ട് എല്ലാം കൂടെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ ഒരാളെ നിർത്തണം എന്നുള്ളത്. പക്ഷേ എനിക്ക് ഞാനായിട്ടെല്ലാം ചെയ്യുമ്പോൾ എനിക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ട് പറ്റുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് കസ്റ്റമർ മിസ്സാകുന്നുണ്ട്. അതുപോലെ മിസ്സാകുന്നത് മാത്രമല്ല, ഫോൺ വിളിച്ചാൽ എടുക്കാൻ പറ്റാത്തതിൽ ഒരുപാട് സങ്കടമുണ്ട്. വണ്ടി കൊണ്ട് വിട്ടവർ വിളിക്കുമ്പോൾ തന്നെ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരൊക്കെ ലോങ്ങിൽ നിന്ന് വന്നിട്ട് വണ്ടി വിട്ടിട്ട് നമ്മൾ എടുക്കാതിരിക്കുമ്പോൾ ആകെ കിട്ടുന്നത് അവർക്ക് ഈ ഫോണിലൂടെയുള്ള കോൺടാക്റ്റാണ്. വന്ന് നോക്കി പോകാൻ പറ്റില്ല. അടുത്തുള്ള കസ്റ്റമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്ന് നോക്കിയിട്ട് പോകാം. അവർക്കെന്ന് പറഞ്ഞു
കഴിഞ്ഞാൽ വണ്ടിയെക്കുറിച്ച് അറിയണം, വണ്ടി ഇവിടെ ഇട്ടിട്ട് അവരുടെ മുതലൊന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കണം. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് എന്താ സ്റ്റാറ്റസ് എന്നുള്ള കാര്യമൊക്കെ അവർക്ക് അറിയേണ്ട കടമയുണ്ട്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കടമയുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കസ്റ്റമേഴ്സും ഇത്തിരി പ്രഷറാകുന്നുണ്ട്, റൈസ് ആകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനാണ് ഇപ്പോൾ ഈ ഒരു ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ വണ്ടിയെക്കുറിച്ചോ എല്ലാം അറിയണമെങ്കിലും എന്ത് സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന സ്റ്റാഫ് പറയും കാര്യങ്ങളെല്ലാം. പിന്നെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ സംസാരിക്കുള്ളൂ. അപ്പോൾ ചെറിയ മാറ്റങ്ങൾ. അപ്പോൾ എല്ലാവരും സഹകരിക്കണം. ഇനിയിപ്പോൾ വിളിച്ചിട്ട് എന്നെ കിട്ടിയില്ലെങ്കിൽ വേറെ ആൾ ഫോൺ എടുത്തിട്ട് സംസാരിക്കും, കാര്യങ്ങൾ പറയും, എന്താണ് വർക്കിൻ്റെ സ്റ്റാറ്റസ് പറയും. പിന്നെ കോളിസ് പോലുള്ള വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾ ടൈം മാത്രം കൺസെപ്റ്റ് ഒരു മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ വണ്ടി കൊണ്ടുവിടാതിരിക്കുക. എന്ത് വർക്കാണെന്നുണ്ടെങ്കിലും കോളിസിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സാധനത്തിന് വരും ചിലപ്പോൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ 2 ദിവസം കൊണ്ട് പറയുന്നത് ചിലപ്പോൾ 2 ആഴ്ച ആവാം. പിന്നെ അതുപോലെ തന്നെ മോഡിഫിക്കേഷൻ വർക്കാണെന്നുണ്ടെങ്കിലും ഓൾട്രേഷൻ വർക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ ഞാൻ 1.5-2 മാസം പറഞ്ഞിട്ടായിരിക്കും വണ്ടി എടുക്കുന്നത്. സമയം എന്തായാലും ഡിലേ ആവും, എങ്ങനെ ഒരു 3 മാസം 4 മാസം എടുക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ വണ്ടികൾ വിടുക. അത് മനസ്സിലാക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി ഇതിപ്പോൾ ഫുൾ ഓൾട്രേഷൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A to Z മെക്കാനിക്കൽ വർക്ക് തൊട്ട് എല്ലാ വർക്കും ചെയ്ത് വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സമയമാവും. മെക്കാനിക്കൽ വർക്ക് തന്നെ നമ്മളിപ്പോൾ തന്നെ ഒരു വണ്ടികളൊക്കെ കയറ്റിയിട്ട് ഏകദേശം ഒരു 3 ആഴ്ചയൊക്കെ ആയി തീരാനായിട്ട്. അപ്പോൾ തന്നെ ഞാൻ 1.5 മാസം പറഞ്ഞതിൽ പകുതിയോളം പോയി. പിന്നെ അത് കഴിഞ്ഞ് ചിലപ്പോൾ 2 ദിവസം നിൽക്കും, എന്നിട്ട് ടിങ്കർ വർക്കിന് എടുക്കുകയുള്ളൂ. ടിങ്കർ വർക്കിന് എടുത്താൽ ഒരു 2 ആഴ്ച പിടിക്കും. പിന്നെ അത് കഴിഞ്ഞ് പെയിൻറ്റിങ് ഒരു 2-3 ആഴ്ച പിടിക്കും. പിന്നെ പോളിഷ്, ഫിറ്റിങ്സാണ് മെയിനായിട്ട് പ്രശ്നം വരുന്നത്. ഫിറ്റിങ്സ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില സാധനങ്ങൾ നമ്മൾ അഴിച്ച സാധനം തന്നെ ഇല്ലാണ്ടിരിക്കും. അപ്പോൾ അത് അടിച്ച് സെറ്റ് ചെയ്യുമ്പോൾ നല്ലോണം സമയം നമുക്ക് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ കരുതിയിട്ട് വേണം നമുക്ക് വണ്ടി വിടാനായിട്ട്. ഇതിപ്പോൾ ഈ കിടക്കുന്ന വണ്ടി തന്നെ ചെറിയ മെക്കാനിക്കൽ വർക്കാണ്. പക്ഷേങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റർ കംപ്ലൈൻ്റ് ആയി. ഞാൻ ഏകദേശം ഒരു 3 ദിവസത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞ വണ്ടിയാണ്. ആ വണ്ടി തന്നെ ഇപ്പോൾ കിടക്കാൻ തുടങ്ങിയിട്ട് 1.5 ആഴ്ചയായി. ഇപ്പോഴാണ് ഇലക്ട്രിക് വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി വേണം നമുക്ക് മെക്കാനിക്കൽ വർക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് സമയം എന്തായാലും ഡിലേ ആവും. ഏതാണെന്നുണ്ടെങ്കിലും നമുക്ക് മാൻ പവർ ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് സമയം കോളിസ് വരുമ്പോൾ കുറച്ച് സമയം നമുക്ക് കരുതിയിട്ട് തന്നെ വരണം. അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒട്ടും തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല. പിന്നെ കസ്റ്റമർ പ്രഷർ ചെയ്തിട്ടും കാര്യമില്ല. അത് ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നമുക്ക് ആ പ്രശ്നം വരുന്നത്. പാർട്സിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. പിന്നെ ഈ കോളിസൊക്കെ റീസ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു പണിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ വേറൊരാളെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പൈസ നമുക്ക് കൊടുക്കാൻ പറ്റും, എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ പാർട്സുകൾ അറേഞ്ച് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി റിസ്ക് ഉള്ള കാര്യമാണ്. ചിലപ്പോൾ ഒരു 10 കട കയറി ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ ഒരു ഇതാക്കിയാലേ നമുക്ക് ചിലപ്പോൾ കിട്ടുള്ളൂ. എന്താ വെച്ചാൽ നമുക്ക് ഇന്ന് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ നാളെ പറയും സാധനം കിട്ടാനില്ലാന്ന്. അപ്പോൾ നമ്മൾ വേറൊരു സപ്ലയറിനെ പിടിക്കണം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കോളിസിൻ്റെ വർക്കുകളിൽ. ഓരോരോ പാർട്സുകൾ ഇപ്പോൾ തന്നെ ആ കോളിസിൻ്റെ സ്കേർട്ട് ബീഡിങ് ഇപ്പോൾ എവിടെയും കിട്ടാനില്ല, സ്റ്റോപ്പാക്കി എന്നാണ് പറയുന്നത്. ഉള്ള കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ അരിച്ച് പെറുക്കി എല്ലാം എടുത്തിട്ടാണ് ഇപ്പോൾ ഓരോരോ വണ്ടികൾ വിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ആ സൈഡ് സ്കേർട്ട് ബീഡിങ്, വൈറ്റ് ബീഡിങ് നമുക്ക് വേറെ എന്തെങ്കിലും ഓൾട്ടർ ചെയ്ത് ഇടുക തന്നെ വേണം. അല്ലാതെ നമുക്ക് കിട്ടാനില്ല എന്നാണ് പറയുന്നത്. നമുക്ക് സപ്ലയർ നമുക്ക് തരുന്ന എല്ലാവരും ഇനിയിപ്പോൾ വേറൊരു സപ്ലയറിനെ പിടിച്ചിട്ട് നമുക്ക് അന്വേഷിക്കേണ്ടി വരും. എന്താ വെച്ച് കഴിഞ്ഞാൽ ടൊയോട്ട കമ്പനിയിലും ഇതില്ല എന്നാണ് അവർ പറയുന്നത്. സ്റ്റോക്ക് നിർത്തിയിരിക്കുകയാണ്, വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും സൊല്യൂഷനെ കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഡിലേ വരുന്നുണ്ട്. ചില സാധനങ്ങൾ നമ്മൾ അതിനു വേണ്ടി 2-3 ദിവസം വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ 2 ആഴ്ചയൊക്കെ ആവുന്നതാണ്. പാർട്സ് കിട്ടും പറ്റും, അവസാനം കിട്ടൂല. അപ്പോൾ ഇതൊക്കെ നമുക്ക് കസ്റ്റമറിനെ ചിലപ്പോൾ പറഞ്ഞാൽ അവർക്ക് അറിയില്ല, നിങ്ങൾക്ക് അന്ന് നേരത്തെ പറഞ്ഞുകൂടെ എന്നൊക്കെയുള്ള ഒരു രീതിക്ക് ഒരു സംസാരം വരുന്നുണ്ട്. നല്ലവണ്ണം പ്രഷർ കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ രാത്രി കിടന്നുറങ്ങുന്ന തന്നെ പല ആൾക്കാരുടെയും നമുക്ക് ചീത്ത കേട്ടിട്ടാണ്. എന്താ വെച്ചാൽ വണ്ടി വിട്ടിട്ട് വണ്ടി നേരത്തിന് തരുന്നില്ല എന്നുള്ള രീതിക്കാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാനാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും. എന്താ വെച്ചാൽ എല്ലാം കൂടെ നമുക്ക് ഒറ്റയ്ക്ക് നടക്കില്ല. ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ വർക്ക്ഷോപ്പിലെ കാര്യങ്ങൾ ഇത്രയും വണ്ടികൾ വരുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ എന്നെ കിട്ടിയില്ലെങ്കിലും നമ്മുടെ സ്റ്റാഫ് ഇതാകും. ഇനിയിപ്പോൾ അത്യാവശ്യമാണ് എന്നെ തന്നെ സംസാരിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ എൻ്റെ കയ്യിൽ തരും. അത് തരുമ്പോൾ ഞാനത് തിരിച്ച് വിളിച്ച് ഞാൻ സംസാരിച്ചോളാം കേട്ടോ. പിന്നെ മാക്സിമം വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ നോക്കുക.
കാര്യങ്ങൾ പറയുക. അപ്പോൾ നമുക്ക് ഫ്രീ ആകുമ്പോൾ ഞാൻ അതൊക്കെ നോക്കിയിട്ട് ചെയ്യും. ചില മെസ്സേജുകൾ കാണാനും പറ്റുന്നില്ല ഇപ്പോൾ. നേരത്തെയൊക്കെ എല്ലാം നോക്കിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അതും കൂടെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്കായിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ആരും ഒഴിവാക്കില്ല. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുണ്ടെങ്കിലും അത് നമ്മൾ ചെയ്തു തന്നിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത വർക്കിൽ തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഫോൾട്ടോ കാര്യങ്ങളോ, അതിപ്പോൾ ഏത് വർക്കാണെന്നുണ്ടെങ്കിലും 100% ചിലപ്പോൾ ആയതുപോലെ ചില കാര്യങ്ങൾ ഇത് കണ്ടില്ല. ഇതിപ്പോൾ തന്നെ ഇത് പാലക്കാടുള്ള വണ്ടിയാണ്, ടൗണിലുള്ള വണ്ടിയാണ്, 10-20 കിലോമീറ്ററുള്ളൂ. അപ്പോൾ അവർക്ക് നമ്മുടെ ഈ ക്ലച്ചിൻ്റെ ഭാഗങ്ങളെല്ലാം ഓക്കെ ആയി, വണ്ടി ഓടിച്ചു പക്കയായി ഇവിടെ നിന്ന് എടുത്തിട്ട് പോയി. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ആ ഓൾട്ടർനേറ്ററിൻ്റെ സൗണ്ട് വരുന്നത്. ഇതിപ്പോൾ പുറമേ നിന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഇനിയിപ്പോൾ വേറെ വർക്ക്ഷോപ്പിൽ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങോട്ട് വരാനും ലോങ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അതൊന്ന് സഹകരിക്കണം. ഈ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ആ വർക്ക് നമുക്ക് നേരത്തെ കണ്ടിരുന്നെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. പിന്നെ ചില വർക്കുകൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതായിട്ടുള്ള വർക്കുകളാണ്, എന്താ വെച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് ജോബുകളാണ്. അപ്പോൾ അത് നമ്മൾ മാക്സിമം ക്ലിയർ ചെയ്തിട്ട് മാക്സിമം ഓടിച്ചിട്ടാണ് വണ്ടി കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു എൻജിൻ വാണിംഗ് ലൈറ്റ് EGR മാനിഫോൾഡും കമ്പനിയിൽ ക്ലീൻ ചെയ്താണ് ഇന്നോവ. ഈ അടുത്ത ദിവസം തന്നെ കേട്ടോ, തൊട്ടടുത്ത ദിവസം തന്നെ ഇന്നോവ ക്ലീൻ ചെയ്തതിന് ശേഷം വാണിംഗ് ലൈറ്റ് വന്നു. കുറച്ച് ദൂരം ഓടുമ്പോൾ വാണിംഗ് ലൈറ്റ് വന്നു. നമ്മളിവിടെ വന്ന് ത്രോട്ടിൽ ബോഡി ലേൺ ചെയ്തു, ത്രോട്ടിൽ ബോഡി ഒന്ന് കറക്റ്റ് ചെയ്തു ഇട്ടു. എന്നിട്ട് ഏകദേശം ഒരു 161 കിലോമീറ്റർ ഞാൻ ഓടിച്ച വണ്ടി എല്ലാ രീതിയിലും. മറ്റേ ഹിൽസിലാണെങ്കിലും ശരി, ഇനിയിപ്പോൾ കാല് കൊടുത്തിട്ടാണെങ്കിലും എല്ലാ രീതിയിലും ഓടിച്ച ഒരു കംപ്ലയിൻ്റ് ഇല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഡെലിവറി ചെയ്തിട്ട് ചാർജ് നമ്മൾ മേടിച്ചിട്ട് വണ്ടി ഡെലിവറി ചെയ്തു. കസ്റ്റമർ ഏകദേശം ഒരു 40-50 കിലോമീറ്റർ വഴിക്ക് വീണ്ടും വാണിംഗ് ലൈറ്റ് വന്നു. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളത് ചെയ്യുന്നുണ്ട്. ഇനി അതിൽ കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് വണ്ടി എത്തി അത് റിപ്പീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മൾ മാക്സിമം ഇവിടെ നിന്ന് ഓടിച്ച് നോക്കി ഒരാളിനെ നിർത്തിയിട്ട് തന്നെയാണ് ഓടിക്കുന്ന വണ്ടി. ഓടിച്ച് അതിൻ്റെ കംപ്ലയിൻറ്റ് മനസ്സിലാക്കി ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ വണ്ടി വിടുന്നത്. പക്ഷേ പിന്നീട് അത് വന്നാൽ വണ്ടി ഒന്ന് വരേണ്ടി വരും. ഇനിയിപ്പോൾ നിങ്ങളും ചിന്തിക്കരുത് ഇത്രയും രൂപ കൊടുത്ത് അവിടെ പോയി വണ്ടി ശരിയായില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി നമ്മൾ ചെയ്ത് വരുമ്പോൾ അതിപ്പോൾ അടുത്തുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ വീണ്ടും കൊണ്ടുവന്നിട്ട് നമുക്കത് ഇതാക്കാം. അപ്പോൾ മാക്സിമം നമ്മളത് ട്രൈ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിലെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് സഹകരിച്ച് ഇതാക്കണം. എന്താ വെച്ചാൽ എൻ്റെ വിഷമങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടുകൾ നമ്മുടെ വർക്ക്ഷോപ്പിലെ കാര്യങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഒരുപാട് പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ വീഡിയോ ഇടാത്തതും കാര്യങ്ങൾ ചെയ്യാത്തതും ഒക്കെ ഇരിക്കുന്നത്. വണ്ടികൾ ഒരുപാട് കിടക്കുന്നുണ്ട്, വണ്ടികൾ എടുക്കാനും ചെയ്യാനുമായിട്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സഹായിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.